ഹലോ, എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരൻ, നമസ്കാരം. ഇതാണ് ആഞ്ഞിലി മരം. ആഞ്ഞിലി മരത്തിൽ ആഞ്ഞിലി ചക്ക കായ്ച്ചു കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആഞ്ഞിലി ചക്ക, ഇത് ആഞ്ഞിലി മരത്തിൽ കായ്ക്കുന്ന ഒരു ചക്കയാണ് ആഞ്ഞിലി ചക്ക. ആഞ്ഞിലിക്കാന്ന് പറഞ്ഞ് ചിലർ പറയും, അഞ്ഞിലി എന്ന് ചിലർ പറയും, ആഞ്ഞിലി ചക്ക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിറയെ ആഞ്ഞിലിയുണ്ട്. പല വെറൈറ്റിയിലുള്ള ആഞ്ഞിലിയുണ്ട്. ചെറിയ ചക്ക, കുറച്ച് വലിപ്പമുള്ളത്, ചെറുത്, നല്ല മധുരമുള്ളത്, മധുരം കുറഞ്ഞത്. അപ്പോൾ ഇത് അടിപൊളി ഒരു ഫ്രൂട്ട് കൂടിയാണ്. ഇത് വലിയ മരമായതുകൊണ്ട് അതിൽ കയറാൻ ഭയങ്കര പാടാണ്ട് ആരും പറിക്ക് തിന്നുന്നില്ല. ഇത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ പറിച്ച് തിന്നിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ ഒരു പഴം തന്നെയായിരുന്നു, ഒരു ഫ്രൂട്ടാണ് ബെസ്റ്റ്, എല്ലാവരും കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആഞ്ഞിലി ചക്കയ്ക്ക്. ഇന്നാരും ചോദിക്കുന്നില്ല. പക്ഷേ എന്നാലും എന്നെപ്പോലുള്ളവരെ കാണുമ്പോൾ അതിന് ഓർമ്മ വരും, നല്ല അടിപൊളിച്ച ആഞ്ഞിലി ചക്കപ്പഴം, ആഞ്ഞിലി വിള. അത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. അതിന് തൊലി പൊളിച്ച് അതിനകത്ത് നിറച്ച് ചുളകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, നല്ല ഒരു കൂഞ്ഞിൽ നിറച്ച ചുള. അത് നമുക്കിങ്ങനെ കടിച്ചൂമ്പി അതിൻ്റെ കുരു തുപ്പിക്കളഞ്ഞ് തിന്നാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ആഞ്ഞിലി ചക്ക, ആഞ്ഞിലി വിള. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തയ്യൊക്കെ മേടിക്കാൻ കിട്ടുമെന്നാണ് പറയണേ. ബഡ് ചെയ്ത് തയ്യൊക്കെ മേടിക്കാൻ കിട്ടും പെരുമ്പാവൂർ. ചെറിയ പൊക്കം കുറഞ്ഞ്. അപ്പം ചെറുപ്പത്തിൽ വളരെ ഇഷ്ടംപോലെ ആഞ്ഞിലി ചക്കയും ആഞ്ഞിലി വിളയൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. ആഞ്ഞിലി ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലി വിളയൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ കുരു വറുത്ത് തിന്നാൻ കൊള്ളാം. ഇത് വറുത്താൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കുരു. നമുക്ക് കപ്പലണ്ടി പോലെ വറുത്ത അടിപൊളി ടേസ്റ്റ് തിന്നാൻ പറ്റും. അപ്പോൾ എങ്ങനെയും എന്തായാലും നല്ല അടിപൊളി ഒരു ഫ്രൂട്ടാണ് ആഞ്ഞിലി ചക്ക, ആഞ്ഞിലിക്ക വിള. ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ, ഓർമ്മയുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുടെ വീട്ടിൽ കാണാം. ഓക്കെ, ബൈ ബൈ.